എന്നാൽ ഓടാനിപ്പോഴും കഴിയില്ല. മുമ്പൊക്കെ ഓടിയിരുന്നു. മുമ്പ് എവിടെ ദുഃഖമുണ്ട് അവിടെയൊക്കെ ഞാൻ ഓടിയിട്ട് ഇനി ഓടാൻ കഴിയില്ല. പക്ഷേ നടന്നുകൊണ്ടില്ല. ഓടാൻ കഴിഞ്ഞാൽ നടക്കാമല്ലോ, നടന്നുകൊണ്ട് ചെല്ലാമല്ലോ. അതുകൊണ്ട് നടന്നുകൊണ്ട് ദുഃഖിതരായ മനുഷ്യരുടെ അടുത്തേക്ക് ഞാൻ ചെല്ലും. അങ്ങനെ ഒരു പക്ഷേ ഒരു നോവൽ കൂടി ലഭിച്ചേക്കാം. ഈ സമ്മേളനത്തിൽ നമ്മോട് സംസാരിക്കാനായി നമ്മുടെ പ്രിയ കഥാകാരൻ ശ്രീ മുകുന്ദനെ ക്ഷണിക്കുന്നു. പിന്നെ നമ്മൾ എഴുത്തുകാർ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് അത് ഒരു പഴയ ചോദ്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ എഴുത്തിനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് ഒരിക്കൽ സക്കറിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. സക്കറിയ ചോദിച്ചിട്ടുണ്ട്, എന്താണ് സാഹിത്യം കൊണ്ട് പ്രയോജനം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് സാഹിത്യം കൊണ്ട് പ്രയോജനം ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലായ്പ്പോഴും യാഥാർത്ഥ്യങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണുന്നത് ചരിത്ര പുസ്തകത്തിലല്ല, പലപ്പോഴും നോവലുകളിലാണ്, അല്ലെങ്കിൽ കഥകളിലാണ്, അല്ലെങ്കിൽ കവിതകളിലാണ്. ഇപ്പോൾ ഒരു ചരിത്ര സംഭവത്തിൽ MGS നാരായണനും അല്ലെങ്കിൽ രാഘവ വാര്യരും എഴുതുവാണെങ്കിൽ രണ്ടും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്താണ് ചരിത്രമെന്ന് നമുക്കറിയില്ല, അത് വ്യാഖ്യാനിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എഴുത്തിലാണ് യാഥാർത്ഥ്യമുള്ളത്. ഈയിടെ ഞാൻ മാർക്കസിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം അൺടിൽ ഓഗസ്റ്റ് വായിച്ചപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അതിനെ അത്ഭുതപ്പെടുത്തി. നമ്മൾ ഇന്ത്യക്കാരല്ലേ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് ലാറ്റിൻ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് കൽക്കത്തയിലെ കാര്യമാണ്. കൽക്കത്തയിലെ നടപ്പാതയിൽ ആളുകൾ കിടന്നുറങ്ങും. ഒന്നും രണ്ടല്ല, നൂറുകണക്കിന് ആളുകൾ കിടപ്പാടമില്ലാത്തവരാണ്. അവർ കൽക്കത്തയിലെ നടപ്പാതയിൽ തലങ്ങും വിലങ്ങും കിടന്നുറങ്ങുന്നത് കാണാം. പാവങ്ങൾ, കിടപ്പാടമില്ലാത്തവർ. അപ്പോൾ മാർക്കസ് പറയുന്നത്, ഇപ്പോൾ രാവിലെ ഒരു 5 മണി ഇങ്ങനെ ആകുമ്പോൾ ഈ മാലിന്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടി ഒരു വണ്ടി വരും. അപ്പോൾ അവരുടെ കയ്യിലൊരു വടിയുണ്ടാവും. ഈ വടി കൊണ്ട് അവർ നടപ്പാതയിൽ കിടക്കുന്ന എല്ലാവരെയും ഒന്ന് കുത്തുക, ഓരോരുത്തരായിട്ട്. അപ്പം ജീവനുള്ളവരൊക്കെ ഞെട്ടി ഉണരും. അപ്പോൾ ചിലർ ഞെട്ടി ഉണരില്ല. അത് മൃതദേഹങ്ങൾ അനാഥമായിട്ട് നമ്മുടെ ആധുനിക ഭാരതത്തിൽ കിടപ്പാടമില്ലാതെ വിശന്ന് മരിച്ച ഏതെങ്കിലും ഒരു അനാഥന മനുഷ്യന് മൃതദേഹമായിരിക്കും. ആ മൃതദേഹത്തെ അവർ മാലിന്യങ്ങളോടൊപ്പം എടുത്തുകൊണ്ടു. ഇത് മാർക്കസാണ് പറഞ്ഞത്. അപ്പോൾ ചരിത്രകാരന്മാരല്ല സത്യം കാണുന്നത്. ഏതെങ്കിലും ഒരു ചരിത്രകാരൻ ഇത് പറഞ്ഞിട്ടുണ്ടോ? നോവലിസ്റ്റാണ് പറയുന്നത്. അപ്പം നോവലിലാണ് യാഥാർത്ഥ്യമുള്ളത്. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള ചോദ്യവുമുണ്ട്. നമുക്കറിയില്ല എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്. അത് എവിടെയാണ് അതിനെ അന്വേഷിക്കേണ്ടത്? നോവലിൽ തന്നെയാണോ എന്ന് ഉള്ള നമുക്കൊരു സംശയമുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യം എവിടെയാണുള്ളതെന്ന് അറിയാതെ നമുക്ക് യാഥാർത്ഥ്യത്തിനോട് സഞ്ചരിക്കാൻ കഴിയില്ല, യാഥാർത്ഥ്യത്തിനോട് സംസാരിക്കാൻ കഴിയില്ല. നമുക്കറിയാം അത് ചരിത്രത്തിലുണ്ട്, നോവലിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്നുള്ളത്, സത്യം എന്നുള്ളത് മറ്റെവിടെയാണ്. ഒരു പഴയ കഥയും അത് എനിക്ക് ക്രിസ്ത്യൻ ആൻഡേഴ്സൺ എന്നുള്ള ഒരു കഥാകാരനാണ്. അദ്ദേഹം ഡാനിഷ് എഴുത്തുകാരനാണ്, ഡെൻമാർക്കിൽ. അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. അതിൻ്റെ പേര് നിഴൽ എന്നാണ്. ഷേഡോ, നിഴൽ. അതൊരു മനുഷ്യൻ്റെ നിഴലിൻ്റെയും കഥയാണ്. അപ്പം ഈ മനുഷ്യൻ അവിടുത്തെ രാജകുമാരിയെ പ്രണയിച്ചു. രാജകുമാരിയെ കല്യാണം കഴിക്കണം മനുഷ്യർ. അതാണ് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം. നിഴല് അയാളുടെ കൂടെയുണ്ട്. അയാൾ പോകുന്നിടത്തെല്ലാം ആ മനുഷ്യൻ്റെ നിഴലും പോകുന്നുണ്ട്. എവിടെ പോയാലും നിഴൽ കൂടെ ഉണ്ടാകും. പക്ഷേ ക്രമേണ നിഴൽ അയാളിൽ നിന്ന് അകലാൻ തുടങ്ങി. മനുഷ്യൻ്റെ നിഴൽ മനുഷ്യരിൽ നിന്ന് കുറേശ്ശേക്ക് അകന്നു പോകുന്നു. പിന്നീട് വളരെ ദൂരത്തേക്ക് പോയി. മനുഷ്യൻ്റെ നിഴൽ മനുഷ്യനെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ദൂരേക്ക് പോയി. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി,
മനുഷ്യനല്ല യാഥാർത്ഥ്യം, മനുഷ്യൻ്റെ നിഴലാണെന്നുള്ളതാണ്. മനുഷ്യനല്ല യാഥാർത്ഥ്യം. അതുകൊണ്ട് മനുഷ്യൻ യാഥാർത്ഥ്യമല്ല എന്ന് അറിഞ്ഞത് കൊണ്ടാണ്, മനുഷ്യൻ അസത്യമാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് മനുഷ്യൻ്റെ നിഴൽ അയാൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൂരേക്ക് പോയത്. ഈ വിവരം രാജകുമാരി അറിഞ്ഞു. അപ്പം രാജകുമാരിയെ വിവാഹം ചെയ്യാൻ വേണ്ടി ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ മനുഷ്യനല്ല യാഥാർത്ഥ്യം, നിഴലാണ് യാഥാർത്ഥ്യമെന്ന് രാജകുമാരി തിരിച്ചറിയുകയും രാജകുമാരി നിഴലിനെ കല്യാണം കഴിക്കുകയും ചെയ്തു. മനുഷ്യനാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് രാജകുമാരിയെ, പക്ഷേ രാജകുമാരി കല്യാണം കഴിച്ചത് മനുഷ്യൻ്റെ നിഴലിനെയാണ്. ആ നിഴലാണ് നോവൽ. രാജകുമാരി കല്യാണം കഴിച്ച നിഴലാണ് ഞങ്ങളൊക്കെ എഴുതുന്ന, അല്ലെ നിങ്ങളൊക്കെ എഴുതുന്ന, നാം എല്ലാവരും വായിക്കുന്ന നോവൽ. അതിലാണ് യാഥാർത്ഥ്യമുള്ളത്. അവിടെയാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് മാർക്കേസ് അൺടിൽ ഓഗസ്റ്റ് എന്ന നോവലിൽ നമ്മൾ ആരും കാണാത്ത കൽക്കത്തയിലെ നടപ്പാത്തിലൊരു യാഥാർത്ഥ്യം നോവലിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് നോവൽ വായിക്കുക എന്നുള്ളതാണ്. നോവൽ വായിക്കുന്നതാണ് സത്യത്തെ തിരിച്ചറിയാൻ, സത്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ജൂലൈ 24 അഭിവന്ദ്യനായ പോപ്പ് ഫ്രാൻസിസ് ഒരു കത്തെഴുതിയിട്ടുണ്ട്. ലോകത്തിലെങ്ങുമുള്ള ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള ഒരു കത്താണ്. സഭാധ്യക്ഷന്മാർക്കും പിന്നെ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പിതാക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കത്താണ്. ആ കത്തിൽ പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്, നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കൂട്ടത്തിൽ നിങ്ങളൊരു നോവൽ വായിക്കുക എന്നുള്ളത്. ഇത് പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല, സാക്ഷാൽ പോപ്പ് ഫ്രാൻസിസ് ആണ്. അദ്ദേഹത്തിൻ്റെ കത്തിൻ്റെ താഴെ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നോവൽ തിരിച്ചു വരികയാണ് അതിശക്തമായിട്ട്. നോവലിൽ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണുന്നു, മറ്റെവിടെയും യാഥാർത്ഥ്യങ്ങളില്ല. പാർട്ടി നേതാക്കൾ പ്രസംഗിക്കും, പലരും വലിയ വലിയ പ്രഭാഷണങ്ങൾ ചെയ്യും, ചരിത്രകാരന്മാരും പ്രഭാഷണം ചെയ്യും. നമ്മൾ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായിട്ടുള്ള പഠനങ്ങളൊക്കെ നമ്മൾ വായിക്കും. ഇതിലൊന്നും ഇല്ല സത്യമുള്ളത് നോവലിലാണ്. എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന നോവലിലും കവിതയിലും കഥകളിലുമാണ്. അതുകൊണ്ടാണ് നോവൽ നിൽക്കുന്നത്. നോവൽ ഭാഷയാണ്, അക്ഷരങ്ങളാണ്. അപ്പോൾ ഓരോ വാക്കും, എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന ഓരോ വാക്കും വാസ്തവത്തിൽ ഒരു കണ്ണടയുടെ ചില്ലാണ്. എൻ്റെ കണ്ണടയ്ക്ക് ഒരു ചില്ലുള്ളതുപോലെ, നിങ്ങളുടെ കണ്ണടയ്ക്ക് ഒരു ചില്ലുള്ളതുപോലെ എഴുത്തുകാരൻ എഴുതുന്ന ഓരോ വാക്കും ഒരു ചില്ലാണ്. അപ്പം ഒരു നോവൽ വായിക്കുമ്പോൾ അതിൽ 100 കണക്കിന് ചില്ലുകളുണ്ട്, കണ്ണട ചില്ലുകളുണ്ട്, ചിലപ്പോൾ 1000 കണക്കുണ്ടാകും. ആ ഓരോ ചില്ലും നിങ്ങൾക്ക് ഓരോ കാഴ്ചയാണ് നൽകുന്നത്, ജീവിതത്തിൻ്റെ കാഴ്ച. കണ്ണട വെക്കാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിത് കാണില്ല. എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന വാക്ക് എന്ന കണ്ണടച്ചിലിൽ കൂടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ കാണുകയാണ്, ഒരുപാട് സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ജീവിതം എന്നുള്ളത് തന്നെ വാസ്തവത്തിൽ അക്ഷരങ്ങളും പദങ്ങളുമാണ്. അതുകൊണ്ടാണ് ഈയിടെ മറ്റൊരു സംഭവമുള്ളത്, സൽമാൻ റുഷ്ദി നമുക്കറിയാമല്ലോ. അദ്ദേഹം കഴിഞ്ഞ വർഷം 2 വർഷമായി അദ്ദേഹത്തിന് കൊല ചെയ്യാൻ ഒരു ശ്രമം നടത്തിയത്. അദ്ദേഹത്തിന് 14 കുത്തുകളാണ് കൊണ്ടത്. അതിൽ സാധാരണഗതിയിൽ ഒരു കുത്ത് മതി, ഒരു കത്തിക്കുത്ത് മതി നമ്മളെ കൊല്ലാൻ. പക്ഷെ 14 കുത്തുകൾ കൊണ്ടിട്ടും സൽമാൻ റുഷ്ദി മരിക്കുകയുണ്ടായി. അപ്പോൾ ആരും ചോദിച്ചു, ഇങ്ങനെ ഒരു കുത്തുകൊണ്ട് നമ്മൾ മരിച്ചു പോകും, പക്ഷെ നിങ്ങൾ 14 കുത്തുകൾ കൊണ്ടിട്ട് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ സൽമാൻ റുഷ്ദി പറഞ്ഞത്, ഞാൻ സാഹിത്യകാരനാണെന്നാണ്. സാഹിത്യകാരനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ല. ടോൾസ്റ്റോയ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, ദസ്തേവ്സ്കി ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്ര കത്തികൾ കൊണ്ട് കുത്തിയാലും, നിങ്ങൾ ആറ്റം ബോംബ് കൊണ്ടിട്ടാലും എഴുത്തുകാരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. അതാണ് റുഷ്ദി പറഞ്ഞത്. റുഷ്ദി പറഞ്ഞത് അത് മാത്രമല്ല, നമ്മൾ അക്ഷരങ്ങളിൽ, വാക്കുകളിൽ, നോവലുകളിലും കഥകളിലും കവിതകളിലാണ് നമ്മുടെ ജീവിതം ഉണ്ടായത് എന്നുള്ളതിനാണ് ഒരു തെളിവ് കൂടി സൽമാൻ റുഷ്ദി നൽകുന്നുണ്ട്.
അദ്ദേഹത്തിന് ഒരു കുത്ത് കൊണ്ടത് കഴുത്തിലാണ്. അപ്പോൾ കഴുത്തിൻ്റെ രക്തക്കുഴൽ മുറിഞ്ഞ് രക്തം പ്രവഹിച്ച് മറ്റൊരു കുത്ത് കൊണ്ടത് ലിവറിനാണ്, നമ്മുടെ കരളിനാണ്. കരൾ മുറിഞ്ഞു പോയി. പിന്നെ ഒരു മൂന്നാമത്തെ കുത്ത് കൊണ്ടത് അദ്ദേഹത്തിൻ്റെ കുടൽമാലക്കാണ്, അത് മുറിഞ്ഞു പോയി. പിന്നെ ഒരു കുത്ത് കൊണ്ടത് കവിളിലാണ്. അപ്പം നമ്മുടെ വായിലേക്ക് ഉമിനീരെത്തിക്കുന്ന ഒരു ചെറിയൊരു ഞരമ്പുണ്ട്, അത് കവിളിൽ കൂടിയാണ് വരുന്നത്. കവിളിൽ കൂടിയാണ് ഉമിനീര് നമ്മുടെ വായിലേക്ക് വരുന്നത്. ആ ഒരു ഞരമ്പ് മുറിഞ്ഞു പോയത് കൊണ്ട് ഈ ഉമിനീര് അത്രയും ഇതിൽ കൂടെ കവിളിൽ കൂടെ പുറത്തേക്ക് വരികയാണെങ്കിൽ വായിലെത്തുന്നില്ല. കണ്ണിനാണ് ഒരു കുത്ത് കൊണ്ടത്. ആ ഒരു കുത്ത് കൊണ്ടിട്ട് കണ്ണ് പുറത്തേക്ക് ചാടി. അപ്പം പിന്നെ ഒരു കുത്ത് പുറത്ത് കൊണ്ടു, കൈക്ക് കൊണ്ടു. അങ്ങനെ 14 കുത്തുകൾ കൊണ്ട് ഈ മനുഷ്യൻ പിന്നെ നിലത്ത് വീണു. കണ്ണ് പുറത്തേക്ക് തള്ളിയ കണ്ണ് ഉള്ളിലേക്ക് തന്നെ തള്ളി. ഈ കൺപോളകൾ രണ്ടും തുന്നിക്കൂട്ടി. മറ്റേ കണ്ണിൽ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതിനും ഒരു ബാൻഡേജ് ഉണ്ടാക്കി. അങ്ങനെ 2 കണ്ണ് ഒന്നും കാണുന്നില്ല. അങ്ങനെ കിടക്കുന്ന രാമകൃഷ്ണൻ ബോധം വന്നപ്പോൾ ഒരു കാഴ്ച. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാസിൽ എന്ന് പറയുന്നത് പഴയ പള്ളികളൊക്കെ ഉള്ള അത്, അല്ലെങ്കിൽ പഴയ കോട്ടകൾ, അങ്ങനെയുള്ള ഒരു കോട്ടയെ അദ്ദേഹം കാണുന്നത്. അത് കണ്ണ് കാണുന്നില്ല. കാരണം ഒരു കണ്ണിൻ്റെ പോളകൾ 2 താഴെയും മുകളിലുള്ള പോളകൾ തുന്നി ചേർത്തിരിക്കാനും മറ്റേ കണ്ണിൽ ബാൻഡേജ് ഉണ്ട്. കണ്ണ് കാണുന്നില്ല. എന്നിട്ട് ആന്തരികമായ കണ്ണുകൊണ്ട് ബോധം വന്നപ്പോൾ റുഷ്ദിക്ക് വെന്റിലേറ്റർ കിടക്കുന്ന റുഷ്ദിക്ക് ആദ്യമായിട്ട് ബോധം വന്നപ്പോൾ ആന്തരികമായ കണ്ണുകൊണ്ട് അദ്ദേഹം കാണുന്നത് ഇതുപോലുള്ള വലിയൊരു പള്ളി, വലിയൊരു പള്ളിയാണ് യൂറോപ്പിലെ. ആ പള്ളിയാണ് കാണുന്നത്. പക്ഷെ ആ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൊണ്ടല്ല, കണ്ണാടി കൊണ്ടല്ല, അക്ഷരങ്ങൾ കൊണ്ടാണ്. അക്ഷരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചൊരു പള്ളിയാണ് സൽമാൻ റുഷ്ദി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ബോധം വന്നപ്പോൾ ആദ്യമായി കാണുന്നത് അക്ഷരങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയാണ്. അതാണ് സാഹിത്യം. അപ്പോൾ സാഹിത്യം സൃഷ്ടിച്ചിട്ടുള്ളത്, അക്ഷരം കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇനി നമുക്ക് എഴുത്തുകാരൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ സ്വയം ചോദിക്കുന്നൊരു കാര്യം, നമ്മുടെ ജീവിതം ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് വലിയ ധർമ്മസങ്കടങ്ങളാണ്. വലിയ ധർമ്മസങ്കടങ്ങളാണ്. നമുക്ക് എക്കാലത്തും ആശ്രയമായിട്ടുള്ളത് ഉണ്ടായിരുന്നത് പ്രകൃതിയാണ്. ഇപ്പോൾ ഇടവമാസത്തിൽ നമുക്ക് മഴ നൽകുന്നു, അല്ലെങ്കിൽ മകരമാസത്തിൽ നമുക്ക് മഞ്ഞ് നൽകുന്നു, ഓണക്കാലത്ത് നമുക്ക് പൂക്കൾ നൽകുന്നു, അല്ലെങ്കിൽ മേടമാസത്തിൽ തന്നെ നമുക്ക് പൊന്നപ്പൂക്കൾ നൽകുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് പൂക്കൾ, വെള്ളം, എന്തൊക്കെയാണ് പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ ആ പ്രകൃതിയിൽ നിന്ന് ക്ഷോഭിച്ചിരിക്കുകയാണ്. ആ പ്രകൃതിയിൽ നിന്ന് പിന്നെ നമ്മൾ കാണുന്നത് ആ പഴയ അമ്മയല്ല, ഒരു സംഹാരമൂർത്തിയാണ് പ്രകൃതിയിൽ നിന്ന്. പ്രകൃതിയിൽ നിന്ന് നമ്മൾക്കെതിരായി തിരിഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ സംരക്ഷിച്ചിട്ടുള്ള, എത്രയോ നൂറ്റാണ്ടുകളിൽ ശതാബ്ദങ്ങളായി നമ്മളെ സംരക്ഷിച്ചിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് നമുക്കെതിരായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ വയനാട്ടിൽ കണ്ട ഉരുൾപൊട്ടലും, അല്ലെങ്കിൽ 2 വർഷം തുടർച്ചയായി നമ്മൾ കണ്ട വെള്ളപ്പൊക്കവും ഒക്കെ. അപ്പം നമ്മൾ അനുഗ്രഹിച്ച അമ്മയായ പ്രകൃതി രോഷാകുലിയാണ് നമ്മളോടാണ് ആ രോഷം. അങ്ങനെ നമ്മളിൽ നകന്നു പോയ, നമ്മളെ ശപിക്കുന്ന പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരിക, അതാണ് എഴുത്തുകാരുടെ കടമ. പഴയതുപോലെ പ്രകൃതിയുടെ മടിത്തട്ടിൽ നമുക്ക് കിടക്കാൻ സാധിക്കണം. നമുക്ക് മഞ്ഞും മഴയും പൂക്കളും പഴങ്ങളും ഒക്കെ തരുന്ന പ്രകൃതിയെ നമുക്ക് വീണ്ടെടുക്കണം. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രകൃതിയോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. പ്രകൃതിയെ ഇല്ലായ്മ ചെയ്തിട്ട് എപ്പോഴും ഭരണാധികാരികളാണ്, അത് നമ്മൾ ഓർക്കണം. ഏതെങ്കിലും ഒരു പാർട്ടിയെ പറ്റിയാണ് പറയുന്നത്. എല്ലാ പാർട്ടികളും എല്ലാ കാലത്തും എല്ലാ ഭരണാധികാരികളുമാണ് പ്രകൃതി നശിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും അതുതന്നെ. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ സംഹാരമൂർത്തിയാകുമ്പോൾ പ്രകൃതി നശിപ്പിച്ചിട്ടുള്ള ഭരണാധികാരികൾ സുരക്ഷിതരായി നടക്കണം. പക്ഷേ സാധാരണക്കാരായ നമുക്കാണ് വീട് നഷ്ടപ്പെടുക, നമുക്കാണ് കുട്ടിക്കൂടും നഷ്ടപ്പെടുക, എല്ലാം നഷ്ടപ്പെടുക. അതുകൊണ്ട് പ്രകൃതിയെ തിരിച്ചു പിടിക്കുക. ഇതുവരെ നമ്മൾ പ്രകൃതിയെ അമ്മയായിട്ടാണ് കണ്ടത്. എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രകൃതിയെ മകളായിട്ട് കാണുന്നത്. പ്രകൃതിയുടെ തലമുടികളുണ്ട്, തലോടുക,
പ്രകൃതി നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുക. അങ്ങനെ പ്രകൃതിയെ തിരിച്ചു പിടിക്കും, ആശ്ലേഷിച്ച് പിടിക്കുന്നു. അതാണ് നമ്മുടെ കടമ, പ്രത്യേകിച്ച് എഴുത്തുകാരൻ്റെ കടമ. എഴുത്തുകാരൻ മനുഷ്യന് എവിടെ ദുഃഖങ്ങളുണ്ട് അവിടെയൊക്കെ എഴുത്തുകാരനുണ്ടാവും. അത് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കാണാം. പണ്ട് ഉത്തര കേരളത്തിൽ ഈ പുതിയ സമുദായം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, ചൂഷണങ്ങൾ. ഒരു പുതിയ കുട്ടി സന്തോഷം, എന്തുകൊണ്ടോ സന്തോഷം നമ്മൾ ഉച്ചത്തിലൊരു പാട്ട് പാടി. ഒരു പുതിയ കുട്ടി പാട്ട് പാടിക്കൊണ്ട് വയൽവരമ്പിൽ കൂടെ നടന്നു. അതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് ഒരുപാട് മർദ്ദനം ഏൽക്കേണ്ടി വന്നു, ഒരുപാട് പീഡനങ്ങൾക്ക് ശിക്ഷ ഒരു പാട്ട് പാടിയത്. അപ്പം ആ കുട്ടിയുടെ വേദന, പുതിയ കുട്ടിയുടെ വേദന കണ്ടിട്ട് ഒരു എഴുത്തുകാരൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു, ആ കുട്ടിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി. അതാണ് പോത്തേരി കുഞ്ഞപ്പൻ. അങ്ങനെയാണ് സരസ്വതി വിജയം എന്ന മഹത്തായ നോവൽ നമുക്ക് ലഭിച്ചത്. അപ്പോൾ വേദനിക്കുന്ന, മർദ്ദനമേറ്റ് വേദനിക്കുന്ന പോലെ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, അവൻ്റെ കഥ പറയാൻ വേണ്ടി ഒരു എഴുത്തുകാരനാണ് അവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വേദനിക്കുന്നവരുണ്ട്, അവിടെ എഴുത്തുകാരനുണ്ടാകും. പണ്ട് ആലപ്പുഴയിൽ തോട്ടികളുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരുന്നു, പക്ഷെ എൻ്റെ തലമുറക്ക് അത് ഓർമ്മയുണ്ട്. ഈ മനുഷ്യ മലം ചുമന്നുകൊണ്ട് വന്ന തോട്ടികൾ അവർ തലയിൽ വെച്ചത് കൊണ്ടുപോകുമ്പോൾ ദൂരെ പോലും അതിൻ്റെ ദുർഗന്ധമുണ്ടാകും. അങ്ങനെയുള്ള മനുഷ്യർ എല്ലായിടത്തും ഉണ്ടായിരുന്ന ആലപ്പുഴയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഈ മനുഷ്യൻ്റെ മാലിന്യം ചുമന്ന് നടക്കുന്ന പാവങ്ങൾ, ദുർഗന്ധത്തിൽ ജീവിക്കുന്ന പാവങ്ങൾ, അവരുടെ വേദന കണ്ടുകൊണ്ട് ഒരു എഴുത്തുകാരൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, തകഴി ശിവശങ്കരപ്പിള്ളയാണ്. തകഴി ഈ ദുർഗന്ധം പരത്തുന്ന മാലിന്യമായിട്ട് നടക്കുന്ന തോട്ടികളുടെ അടുത്തേക്ക് ചെന്നു, അവരാസ്വദിച്ചു. അങ്ങനെയാണ് തോട്ടിയുടെ മകൻ എന്ന മഹത്തായ നോവൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എവിടെ ദുഃഖിക്കുന്ന മനുഷ്യരുടെ അവിടേക്ക് എഴുത്തുകാരൻ ചെല്ലും, അവർ സമാശ്വസിപ്പിക്കും, അവരെക്കുറിച്ച് നോവലെഴുതും. തീർന്നിട്ടില്ല. ഒരാളുണ്ട്, ഒരു പപ്പു ക്ഷയരോഗിയാണ്, എന്നിട്ടും റിക്ഷ വിളിച്ച് നടക്കുമായിരുന്നു. കാരണം അക്കാലത്ത് ഇന്നത്തെ പോലെ ഓട്ടോറിക്ഷയൊന്നുമില്ല. പപ്പു ക്ഷയരോഗിയായ പപ്പുവാണ് റിക്ഷ വലിച്ചുകൊണ്ട് കൊടുമ്പയിൽ നടന്നിരുന്നത്. ആ പപ്പുവിൻ്റെ വേദന കണ്ടുകൊണ്ട് ഒരു എഴുത്തുകാരൻ അവിടെ ഓടിയെത്തി. പപ്പു എന്ന റിക്ഷക്കാരനെ ആശ്വസിപ്പിക്കാനും അവൻ്റെ കഥ പറയാനും വേണ്ടി. അങ്ങനെയാണ് കേശവദേവ് ഓടയിൽ നിന്ന് എന്നൊരു നോവലിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, എവിടെ വേദനിക്കുന്ന മനുഷ്യരുണ്ടോ അവിടേക്ക് നോവലിസ്റ്റ് ചെന്നെത്തും. ഇനിയും അങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട്. 60കളിലും 70കളിലുമൊക്കെ അശരണരായി നടക്കുന്ന യുവാക്കളുണ്ടായിരുന്നു. ഭാവിയിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ അശരണരായിട്ട് നടക്കുന്ന, തൊഴിലില്ലായ്മ എല്ലായിടത്തും, ദാരിദ്ര്യം എല്ലായിടത്തും പല യുവാക്കളും ആത്മഹത്യ ചെയ്തു, ചിലർ മയക്കുമരുന്നിന് അടിമയായി. ആ യുവാക്കളുടെ വേദന കണ്ടുകൊണ്ട് ഒരു എഴുത്തുകാരല്ല, ഒരു കൂട്ടം എഴുത്തുകാർ ആ യുവാക്കളുടെ അടുത്തേക്ക് കടന്നു ചെന്നു. അതാണ് OV വിജയനും കാക്കനാടനും ഒക്കെ. അങ്ങനെ അശരണരായിട്ടുള്ള വേദനിക്കുന്ന ആ ചെറുപ്പക്കാരെക്കുറിച്ച് അവർ നോവലെഴുതി. അങ്ങനെ നമുക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം കിട്ടി, ഉഷ്ണമേഖല കിട്ടി. അപ്പം ഇങ്ങനെ നമുക്ക് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പം ഇന്ന് മനുഷ്യർ ദുഃഖിക്കുകയാണ്. ഈ ഉരുൾപൊട്ടലിൻ്റെ വേദന നമ്മുടെ മുമ്പിലുണ്ട്. ആ വേദനകൾ കണ്ടെത്തുന്നുണ്ട്. ആ വേദനകൾ അനുഭവിക്കുന്നിടത്തേക്ക് ഇന്നത്തെ എഴുത്തുകാർ കടന്നു ചെല്ലണം. പോത്തേരി കുഞ്ഞമ്പ് ചെയ്തതുപോലെ, തകഴി ചെയ്തതുപോലെ, കേശവദേവ് ചെയ്തതുപോലെ, വിജയനും കാക്കനാടനും ചെയ്തതുപോലെ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവരെ കഥ പറയുകയും ചെയ്യണം ഭാവി തലമുറകൾക്ക് വേണ്ടി. ഇതിങ്ങനെയുള്ള കുറേ ദൗത്യങ്ങൾ നമ്മൾ എഴുത്തുകാരുടെ മുമ്പിലുണ്ട്. പക്ഷേ എഴുത്ത് വായനയും നശിച്ചിട്ടില്ല. അത് ഇല്ല, നമ്മൾ പറയുന്നത് ആളുകൾ വായിക്കുന്നില്ല എന്ന്. ആളുകൾ വായിക്കുന്നില്ലെങ്കിൽ ഇത്രയും ഈ വലിയൊരു സദസ്സുകൂടി എങ്ങനെയുണ്ടായി, എങ്ങനെയുണ്ടായി എന്നതാണ്. വായിക്കുന്നവരുണ്ട്. അലസവായനക്കാരാണ് പോയിരിക്കുന്നത്, അവരൊഴിഞ്ഞു പോയിരിക്കുന്നത്. അവർ മൊബൈലുകൊണ്ട് കളിച്ചോളട്ടെ. പക്ഷേ സീരിയസ് ആയിട്ട് വായിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എഴുത്തുകാരൻ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, വായനക്കാരൻ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ദൗത്യം തുടരാം. അശരണ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കാം. അതാണ് ഈ കാലഘട്ടം എഴുത്തുകൾ ആവശ്യപ്പെടുന്നത്.
ഇവിടെ എനിക്ക് നൽകിയിട്ടുള്ള പുരസ്കാരം, ആദരവ്, പിന്നെ ഈ സദസ്സും എന്നോടും പറയുന്നത് അതാണ്.